ഇസ്രയേലി ആക്രമണത്തിൽ ഗസയിൽ 70 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. ഇസ്രയേലിനെതിരെ നടപടിയെടുക്കാത്തതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയനെ ബെൽജിയം കുറ്റപ്പെടുത്തിയെന്ന വാർത്തയും വരുമ്പോൾ പി ജെയിംസ് ചേരുകയാണ്. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസെ, നമ്മുടെ ഓണത്തിനിടയിലും നല്ല കടുത്ത വാർത്തകൾ വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും വരുന്നുണ്ട്, ചൈനയിൽ എന്തെങ്കിലും വാർത്ത വരുന്നുണ്ടോ? പുതിയതായി ചൈനയിൽ നിന്നും വരുന്നുണ്ട്. അത് ഇതിന് ശേഷം പറയാം. SKN ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഈ ഗസ സിറ്റി പിടിക്കാനുള്ള നീക്കം അതിരൂക്ഷമാക്കിയിരിക്കുകയാണ്. ഗസ സിറ്റിയിലെ ഏറ്റവും വലിയ ടവറുകളിലൊന്ന് ബോംബിട്ട് തകർത്തു. ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഗസ സിറ്റിയിലെ ടവറാണ് തകർത്തത്. ടവർ തകർത്ത ശേഷം ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രിയും അവിടുത്തെ യുദ്ധകാര്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള ഇസ്രായേൽ കട്സ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ടവർ തകർത്തത് ഇസ്രായേലി സിറ്റി പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ്. ഗസ സിറ്റിയിലും മറ്റ് ഖാൻ യൂണിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ അത് വ്യോമാക്രമണം നടത്തി യുദ്ധവിമാനങ്ങളുമായിട്ട് ഇസ്രായേൽ, ഒപ്പം തന്നെ കരയുദ്ധവും നടക്കുന്നുണ്ട്. 70-ലേറെ പലസ്തീനികൾ ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ SKN 64,000 കടന്ന് 64,300 എത്തി നിൽക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. 64,300 പലസ്തീനികൾ കഴിഞ്ഞ 22 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ടെഡ്രോസ് അദനോം പറഞ്ഞിരിക്കുന്നത്, അവിടെ പട്ടിണി കിടന്ന് മരിച്ചവരുടെ സംഖ്യ 370 കവിഞ്ഞു എന്ന് മാത്രമല്ല, കൂടുതൽ ആൾക്കാർ പട്ടിണി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കാത്തിരുന്ന് കൊല്ലപ്പെട്ടവർ ഏതാണ്ട് 3000-അടുത്തെത്തിയിരിക്കുന്നു. ഈ രീതിയിൽ മരണസംഖ്യ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്, ഞങ്ങൾ ഹമാസുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി ബന്ദികൾ ഇപ്പോഴും 50ഓളം പേർ ഹമാസിൻ്റെ കയ്യിലുണ്ട്. അതിൽ 20 പേർ ജീവിച്ചിരിപ്പുണ്ട്. അവരെ വിട്ടുകൊടുത്താൽ പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. ട്രംപ് എല്ലാ ദിവസവും പ്രതികരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു തരത്തിലും ഇതിനും മാറാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനിടയിൽ SKN യൂറോപ്യൻ യൂണിയൻ്റെ എതിരെ ഒരു വലിയ ആക്ഷേപം യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ബെൽജിയം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറയുന്നത്, ഈ ഞങ്ങൾക്ക് ഒട്ടകപക്ഷിയെപ്പോലെ മണ്ണിൽ തലതാഴ്ത്തിരിക്കാൻ പറ്റില്ല, വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തി, ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാവുന്നില്ലെന്ന് ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പിലെ തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.